ഇന്ന് AIVF-ന് വേണ്ടി മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, കേരളത്തിൽ പവർ കട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു സമരമോ പ്രതിഷേധമോ ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, UDF അധികാരത്തിൽ വന്നപ്പോൾ 102 സീറ്റുമായി UDF അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ആദ്യത്തെ ഒരു 6 മാസക്കാലം വലിയ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നുമില്ല, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. എന്നാൽ 6 മാസക്കാലം ഒന്നും പിന്നിടേണ്ടി വന്നില്ല. കേവലം 2 മാസക്കാലം പിന്നിടുമ്പോൾ തന്നെ UDF ഗവൺമെന്റിന്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് UDF ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പവർ കട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി പവർ കട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ പവർ കട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും അവർക്കില്ല, അല്ലെങ്കിൽ അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്, ഇപ്പോൾ ലോകകപ്പ് സമയത്ത് ഇങ്ങനൊരു ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പവർ കട്ട് ഉണ്ടാകുമ്പോൾ കളി കാണുന്ന ആരാധകരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾ അതിനെതിരായി KSEB ഓഫീസുകൾക്ക് മുമ്പിൽ പന്ത് തട്ടിയുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഒട്ടനവധിയായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ലാത്തത് മൂലം, പവർ കട്ട് ഇല്ലാത്തത് മൂലം കേരളത്തിന്റെ വ്യവസായ മേഖല കൈവരിച്ച വലിയ നേട്ടങ്ങളുണ്ട്. ആ വലിയ നേട്ടങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. ആ നേട്ടങ്ങൾ കൈവരിച്ചത് ഈ പവർ കട്ട് ഇല്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയത് LDF-ന്റെ കാലയളവിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ വൈദ്യുത മന്ത്രി പറയുന്നത്, വേണ്ടത്ര മഴ ലഭിക്കാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്ന് പറയുന്ന ഒരു വൈദ്യുതി മന്ത്രി കേരളത്തിനുണ്ടാകുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ മഴയുണ്ടായിട്ടുണ്ട്, പ്രളയമുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മഴയില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഴയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, വൈദ്യുതി വകുപ്പിനെ കുറിച്ച് അജ്ഞനായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വൈദ്യുതിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാതെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നൊരു മന്ത്രിയായി അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലാകമാനം വലിയ പ്രക്ഷോഭത്തിന് AIVF നേതൃത്വം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ ആ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. ഞങ്ങൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 20-ാം തീയതി ലോകകപ്പിന്റെ ഫൈനലാണ്. ആ ലോകകപ്പിന്റെ ഫൈനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSEB ഓഫീസുകൾക്ക് മുമ്പിൽ നാളെ എല്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ വീടുകളിൽ ഞങ്ങളൊരു സമരം, ഒരു പ്രതിഷേധ സമരം വീടുകളിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും ആ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്യാമ്പയിനോടൊപ്പം നിൽക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ പറയുന്നത്, എല്ലാ വീടുകളിലും ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. മെഴുകുതിരി വെട്ടത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക്, നമുക്കൊരുപക്ഷെ ചില റൊമാന്റിക് വേളകളിലെല്ലാം നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ ഗതികേട് അതായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ക്യാമ്പയിൻ AIVF-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അത് ഈ ഗവൺമെന്റിന്റെ നയത്തോടുള്ള പ്രതിഷേധമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചരണം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് 10 വർഷക്കാലം പവർ കട്ടില്ലാത്ത കേരളമായി കേരളത്തെ മാറ്റുമെന്നായിരുന്നു. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി എന്ന് UDF വിശേഷിപ്പിച്ചത് പ്രിയദർശിനി സൌജന്യ യാത്രയായിരുന്നു. ഇപ്പൊ അതിലൂടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും എല്ലാം കുറച്ചു പൈസ മിച്ചം പിടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ മിച്ചം പിടിക്കുന്ന പൈസ ഇന്നിപ്പോൾ അമ്മമാരും സഹോദരിമാരും മെഴുകുതിരി വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി എന്നെല്ലാം അദ്ദേഹത്തെ കളിയാക്കി ആക്ഷേപിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജെൻസി തലമുറ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ പുതിയ തലമുറ നമ്മളോട് ഇപ്പോൾ പറയുന്നത്, സമ്പത്ത് കാലത്ത് ഇൻവെർട്ടർ വാങ്ങിയാൽ UDF കാലത്ത് വെട്ടത്തിരിക്കാം എന്ന് നമ്മുടെ ജെൻസി തലമുറ നമ്മളോട് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പവർ കട്ടിനെതിരായി, ലോഡ് ഷെഡിങ്ങിനെതിരായി വളരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
മറ്റൊന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തമുണ്ടായതിന്റെ 2ാം വാർഷികമാണ്. ആ വയനാട് ദുരന്തമുണ്ടായതിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം വിവിധ ചലഞ്ചുകളിലൂടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച തുകകൾ ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അക്കൌണ്ട് രൂപീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ആ വീടുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തീകരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വാങ്ങിയ പണമുണ്ട്. വീട് നിർമ്മിക്കാനെന്ന പേരിൽ, വയനാട് വീട് നിർമ്മിക്കാനെന്ന പേരിൽ വാങ്ങിയ പണമുണ്ട്. പക്ഷേ അവിടെ ഒരു തറക്കല്ലിട്ടിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത്, ചെങ്കുത്തായ ഒരു സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു വീട് നിർമ്മാണത്തിന്റെ കല്ലിടൽ പോലും നടത്തുവാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഒരാളാണ് ഇന്ന് വകുപ്പിൽ മന്ത്രിയായിരിക്കുന്നത്, യുവജനകാര്യ മന്ത്രിയായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ യൂത്ത് കോൺഗ്രസിന്റെ വീട് നിർമ്മാണം ആരംഭിക്കുവാനായി കഴിയുന്നില്ല എന്ന ഗൌരവമായ ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് വാങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഇന്നിപ്പോ അവിടെ കാട് പിടിച്ച് കിടക്കിയിരിക്കുകയാണ്. ഈ വരുന്ന 30-ാം തീയതി ഈ ദുരന്തത്തിന്റെ 2ാം വാർഷിക ദിനത്തിൽ അവിടെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം AIVF-ന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേർ ഈ പറയുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വാങ്ങിയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എവിടെയാണ് നിങ്ങൾ നിർമ്മിച്ച വീട്, അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർക്ക് നൽകുമെന്ന് പറഞ്ഞ വീട് എവിടെയാണ് എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, UDF-നകത്ത് ഉയർന്നു വരുന്ന വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കേരളത്തിന്റെ ഭരണത്തെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്.